വന്നിരിക്കുന്നത് ഫ്രൈഡേ ഈവനിങ് വ്ളോഗുമായിട്ടാണ് കേട്ടോ. ഇവിടെ റിയാദിൽ നിധി പൊറാട്ട കിട്ടുന്ന ഒരു ഹോട്ടലുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിന്ന് നിധി പൊറാട്ട വാങ്ങിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ കൂടി ഞാനിതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. വൈകുന്നേരമാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. വൈകുന്നേരം ചായ കുടിച്ചതിന് ശേഷം ഞങ്ങളൊന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് ചായക്ക് ഞാൻ മുട്ട ബജ്ജിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. സിമ്പിളായിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ബജ്ജിയുടെ റെസിപ്പിയാണ് കേട്ടത്. അപ്പോൾ ഞാൻ ഈ ബജ്ജിയുടെ റെസിപ്പി കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബജ്ജി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു കപ്പ് കടലപ്പൊടി എടുത്തിട്ടുണ്ട് ബജ്ജി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. കടലപ്പൊടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് അധികമായി പോണ്ട. ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കായപ്പൊടിയൊന്നും അധികമായി പോണ്ട. ഈ ബജ്ജിയിൽ ഞാൻ മൈദപ്പൊടി ചേർക്കുന്നില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു സവാളയുടെ പകുതി ചെറുതാക്കി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിൻ്റെയും ഒരു പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കുറച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം അധികമായി പോണ്ട. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത് കേട്ടോ. ബാറ്റർ അധികം ലൂസായി പോണ്ട. ഇനി ഈ ബാറ്റർ 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോൾ നമുക്ക് ഈ ഉള്ളിൽ നിന്നുള്ള വെള്ളം എല്ലാം ഇറങ്ങി ഒന്നും കൂടി ലൂസാവും ബാറ്റർ. ഇതിലേക്ക് ഞാനൊരു പിഞ്ച്, ഒരു നുള്ളു മാത്രം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി 10 മിനിറ്റ് അടച്ചു വെച്ച് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഞാനിപ്പോൾ 3 മുട്ടയാണ് ബജ്ജി ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. 3 മുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബജ്ജി റെഡിയാക്കി എടുക്കാൻ വേണ്ടി തുടങ്ങാം. അതിനുവേണ്ടി ഞാനൊരു ചട്ടിയിൽ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതാ 10 മിനിറ്റിന് ശേഷം ബാറ്റർ നന്നായി ഒന്നുകൂടി ലൂസായി വന്നിട്ടുണ്ട്. ഇങ്ങനെ ആയാൽ മതി. നിങ്ങൾ ബാറ്റർ ലൂസായില്ല എന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി മുട്ട മാവിൽ മുക്കി ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ബജ്ജി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. എണ്ണ നന്നായി ചൂടായതിനു ശേഷം ബജ്ജി റെഡിയാക്കി എടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ബജ്ജി റെഡിയാക്കി എടുക്കരുത്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഈ ബജ്ജി റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ബജ്ജി നന്നായിട്ട് തന്നെ ഫ്രൈ ആയി കിട്ടും. തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് ഇങ്ങനെ ബജ്ജി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ ഫസ്റ്റ് ബജ്ജി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇങ്ങനെയെല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ബാക്കി വന്ന മാവ് ഞാനിങ്ങനെ ഇട്ടിട്ടുണ്ട്. മുട്ട ചേർക്കാതെ ഇട്ടതാണ്. ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ബജ്ജിയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞങ്ങൾ ചായ കുടിക്കുകയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബജ്ജിയുടെ റെസിപ്പിയാണിത്. ഇങ്ങനെ ബജ്ജി ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് എനിക്ക് കമൻറ്റ്സ് അറിയിക്കണം കേട്ടോ. എല്ലാ ദിവസമൊന്നും ഇങ്ങനെ ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാറില്ല. ഫ്രൈഡേ മിക്കവാറും എന്തെങ്കിലും സിമ്പിളായിട്ടുള്ള സ്നാക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ ചായ കുടിച്ചതിന് ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഞങ്ങൾ പാർക്കിലേക്കാണ് പോണത്. മിക്കവാറും എല്ലാ ഫ്രൈഡേ ഈവനിങ്ങിൽ ഞങ്ങൾ പാർക്കിലേക്ക് പോവാറുണ്ട്. കുറച്ച് സമയം റിലാക്സ് ചെയ്തിരിക്കാൻ വേണ്ടി പോയതാണ്. ഞങ്ങളൊരു 5 മണിയൊക്കെ ആയപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ ഒരു 7 മണിയൊക്കെ ആകുമ്പോഴേക്കും പാർക്കിൽ തിരക്കാവാറുണ്ട്. അപ്പോൾ അതിന് മുൻപ് വീട്ടിലേക്ക് തിരിച്ച് പോരാമെന്ന് വിചാരിച്ച് പോയതാണ്. കുട്ടികൾ നല്ല കളിയിലാണ്. അങ്ങനെ കുറച്ച് സമയം മക്കൾ പാർക്കിൽ കളിച്ചതിന് ശേഷം ഞങ്ങളിനി തിരിച്ച് പോവുകയാണ്. ഞങ്ങളിനി നിധി പൊറാട്ട വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ്. കുറച്ച് ദിവസമായിട്ടുണ്ട് ഈ ഹോട്ടലിനെ കുറിച്ച് കേൾക്കുന്നു. അപ്പോൾ ഞാൻ ഇനി ഓണം കഴിഞ്ഞിട്ട് വാങ്ങിക്കാമെന്ന് അങ്ങനെ വിചാരിച്ച് നിൽക്കുകയായിരുന്നു കേട്ടോ. ഇന്ന് എന്തായാലും വാങ്ങിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പോവുകയാണ്. എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്നൊന്നും അറിയില്ല. അപ്പോൾ ഇതാ ഞങ്ങൾ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് നിധി പൊറാട്ട കിട്ടുന്നത്. ഇവിടെ തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ ആണ് നിധി പൊറാട്ട കിട്ടുന്ന ദിവസം. വൈകുന്നേരം 6 മണി തൊട്ടാണ് നമുക്ക് കിട്ടുക കേട്ടോ. ഹോട്ടലിലിരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ പാഴ്സൽ വാങ്ങിച്ച് വീട്ടിലേക്ക് പോന്നു. വീട്ടിലെത്തിയതിന് ശേഷം എല്ലാവരും ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ്. ഇങ്ങനെയാണ് നമുക്ക് നിധി പൊറാട്ട കിട്ടുന്നത്. വാഴയിലയിൽ പൊതിഞ്ഞ് ഫോയിൽ കൊണ്ട് നന്നായിട്ട് തന്നെ കവർ ചെയ്തിട്ടുണ്ട്.
ഈ ഒരു പൊറോട്ട മസാല ആക്കിയതിന് ശേഷം ആവിയിൽ വെച്ച് വേവിക്കുക ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പൊറോട്ട നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. പൊറോട്ടയിൽ നന്നായിട്ട് കറികളെല്ലാം നന്നായിട്ട് തന്നെ പിടിച്ചിട്ടുണ്ടാവും കേട്ടോ. അത്രയ്ക്കും സോഫ്റ്റാണ് പൊറോട്ട. ഇതിൽ ഫസ്റ്റ് ലെയറായിട്ട് ബീഫാണ് വരുന്നത്, ബീഫിൻ്റെ മസാല. സെക്കൻഡ് ലെയറായിട്ട് മുട്ട, കാടമുട്ട 2 മുട്ട ഉണ്ടാവും. പിന്നെ ചിക്കൻ്റെ മസാലയാണ് വരുന്നത്. ഞാൻ ഈ പൊറോട്ട ഇങ്ങനെ തുറക്കുന്ന സമയത്ത് വിചാരിച്ചു നമ്മൾ ഈ വാഴയിലേക്ക് പൊതിഞ്ഞത് കണ്ടപ്പം ശരിക്കും കറിവേപ്പിൻ്റെ ഇലയുടെയൊക്കെ ആ ഒരു ഫ്ലേവറായിരിക്കും കൂടുതലായിട്ടുണ്ടാവുക എന്നാണ്. പക്ഷേ ഇതിൽ കൂടുതലായിട്ടുള്ളത് പാഴ്സലി ലീഫിൻ്റെ ഫ്ലേവറാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് അത്രയും അങ്ങ് ഇഷ്ടമായില്ല. പക്ഷേ എൻ്റെ മക്കൾക്കൊക്കെ ഇഷ്ടമായി. ചിലവർക്ക് പാഴ്സലി ലീഫിൻ്റെ ആ ഒരു ഫ്ലേവർ അത്രയും ഇഷ്ടമാവില്ലല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഈവനിങ് വ്ലോഗ്. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളിൽ ആരെങ്കിലും ഇപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.